നിങ്ങൾ ചെയ്തത് പ്രോസ്റ്റിറ്റ്യൂട്ട് ലെവലാണ്, ബെഡ്റൂം സീൻസ് ഒക്കെ ചെയ്യുന്നത്. ബെഡ്റൂം സീൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ബെഡ്റൂം സീൻസ് എന്ന് പറയാൻ പറ്റിയ എത്ര കണ്ടന്റ് ഒന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് കണ്ടോണെങ്കിൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളെ വീഡിയോസ് കാരണം പിള്ളേർക്ക് ഫോൺ കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള പരാതി ഉണ്ട്. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? പുറത്തിറങ്ങുമ്പോഴത്തേക്കും പിള്ളേരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരു പിള്ളേർക്ക് കാണാൻ പറ്റാതായിട്ടുള്ള ഒന്നും തന്നെ ചാനലിൽ കാണിക്കുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞ ഒരാള് ജസ്റ്റ് ഒന്ന് തീ കൊളുത്തിയാൽ മതി, പിന്നെ വല വരും. ചേച്ചിക്ക് അത്രയ്ക്ക് ഇതാണെന്നുണ്ടെങ്കിൽ മുരിക്കില് കയറാ, അത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരോട് എന്തായിരിക്കും നിങ്ങൾ പറയാം? ഡയറക്ട്ലി ഫേസ് ടു ഫേസ് വന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല. ഈ കമന്റ് സെക്ഷനിൽ വന്നിട്ട് കൃത്യമായിട്ട് പറയാൻ മാത്രം കുറച്ച് ആളുകൾ ഉണ്ട് എന്ന് എന്തായാലും ഈ കമന്റ്സ് കണ്ടാൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പറയുന്ന ആളുകൾ അത്രയും ചീപ്പായിട്ടുള്ള കമന്റ്സ്, എന്തായാലും അത്രയും ആ ലെവലിലുള്ള ആളുകളായിരിക്കും അത്രയും ചീപ്പ് കമന്റ്സ് ഉണ്ട്. പിന്നെ നമ്മളും അതേപോലെ റെസ്പോണ്ട് ചെയ്ത് പിന്നെ അവരും നമ്മളും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഒരു വൾഗർ ടൈപ്പിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പം അത് കാണുന്ന ആൾക്കാർ അത് ബാഡ് കമന്റ് ഇടാറുണ്ടല്ലേ? പേഴ്സണലി കുറെ പേര് കൺട്രാക്ട് ചെയ്തിട്ട് കുറെ പേര് മെസ്സേജ്, അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. കമന്റ്സിൽ കുറെ പേര് വന്നിട്ട് നെഗറ്റീവ് പറയുന്നെങ്കിലും നമ്മുടെ പേഴ്സണൽ ആയിട്ട് ആരും വന്നിപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിൽ നമ്മുടെ അടുത്ത് ആരും ഒന്നും പറയുന്നില്ല. പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് അങ്ങനത്തെ രീതിയിലൊന്നും ഇല്ല. ഒരു കമന്റ് കണ്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടോ? പിള്ളേരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പറയാൻ നേരത്ത് പൊതുവിലെ പാരന്റ്സിന് നമുക്കൊരു ഉള്ളിലൊരു സങ്കടം. കമന്റ്സ് വായിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ആ മോട്ടിവേഷൻ അങ്ങോട്ട് ഇല്ലാണ്ടാകും. സോ ഒരു പരിധി ഞങ്ങൾ അത് അവോയ്ഡ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞങ്ങൾ പരസ്പരം എടുത്ത ഡിസിഷനിലാണ് അത്. മുന്നേ കുറെ പേര് ഇപ്പൊ ചോദിക്കാറുണ്ട്, നമ്മള് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്നാണെങ്കിൽ അതിലേയും താഴ്ന്ന് നമ്മൾ സംസാരിക്കാൻ. പിന്നെ അതിന് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈം കമന്റ്സ് വരുമ്പോ തന്നെ നമുക്ക് സങ്കടമൊക്കെ വന്ന ടൈമാണ് കേട്ടോ. ആ ടൈമില് കൊടുക്കുമായിരുന്നു. പക്ഷെ അവരുടെ അത്രയും ചീപ്പ് ലെവലിലേക്ക് പോകാൻ പറ്റാതെ ആകുമ്പോഴാണ് കരയണതാണത് ലാസ്റ്റ് ബ്ലോക്ക് ആകും. ഇത്രയും രീതിയിൽ തിങ്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അല്ലേ? ഫസ്റ്റ് ടൈമിലൊക്കെ കരയും ഞാനും ജോലിയും തല്ലുടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം ചില കമന്റ്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. ആ ഒരു സങ്കടത്തിൽ നിന്നാണ് നമ്മൾ ബോൾഡ് ആയിട്ട് ഇത് പോസിറ്റീവായിട്ട് കണ്ടു തുടങ്ങിയത് ആക്ച്വലി.